മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ കഴിയുന്നത്ര ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും സർവോപരി ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ആഗ്രഹിക്കണമെന്നും യത്നിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ അളവറ്റ അനുഗ്രഹങ്ങൾ, ഒരുപാട് സഹായങ്ങളും ജീവിതത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. മനുഷ്യരുടെ പ്രത്യേകത അവൻ്റെ ആഗ്രഹങ്ങൾക്കും അവൻ്റെ താൽപ്പര്യങ്ങൾക്കും അതിർത്തികൾ ഇല്ല എന്നതാണ് ഒരു പ്രത്യേകതയുള്ളത്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും സന്തോഷകരമായി അല്ലെങ്കിൽ ലാവിഷായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. ജീവിതത്തിലുടനീളം അള്ളാഹു മനുഷ്യരോട് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കൽപ്പിക്കുന്ന കൽപ്പനകൾ അവരവരുടെ കഴിവിൽ ഒതുങ്ങുന്നതായിരിക്കണം എന്നതത്രേ. ഒരാൾക്കും കഴിയാത്തത് നിർവഹിക്കണം എന്ന് അള്ളാഹു ആജ്ഞാപിക്കുന്നില്ല. അപ്പോൾ തക്ലീഫില്ലാത്ത ഒരു ജീവിതം, അവരവരുടെ കഴിവിൽ ഒതുങ്ങിയ ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തി അതിൽ അഭിമാനമുള്ളവരായി ജീവിക്കണം എന്നതാണ് ഇസ്ലാമിക താൽപ്പര്യം. പ്രവാചകന്മാരുടെ നിയോഗത്തിൽ അത് എല്ലാ അംബിയാ മുർസലുകളും കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശിഷ്യ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലദീന യത്തബിഊന നബിയൽ ഉമ്മിയ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അവർ ഒരു നബിയെയാണ് പിന്തുടരുന്നത്. ആ നബി അവരിൽ നിറവേറ്റുന്ന കാര്യം ലിയളഅ അൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം, മനുഷ്യർ ജീവിതത്തിൽ അനുഭവിക്കുന്ന എന്തെല്ലാം വൈതരണികളും ഞെരുക്കങ്ങളും പ്രയാസങ്ങളുമുണ്ടോ അത് ദൂരീകരിക്കലാണ് നബിയുടെ പ്രത്യേകമായ ചുമതല. പാപഭാര ചിന്തകളും അവരിൽ നിന്ന് നീക്കം ചെയ്യണം. അപ്പോൾ മനുഷ്യർ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം ഇടങ്ങേറുകൾ സഹിക്കുന്നുണ്ടോ അതിൻ്റെ കാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദൗത്യം നിറവേറ്റിയത്. നാം കഴിഞ്ഞ ഖുതുബയിൽ പരാമർശിച്ച ആമനർ റസൂലു എന്ന് തുടങ്ങുന്ന ആയത്തിൻ്റെ അവസാനം ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ
റബ്ബന വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ റബ്ബന വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. എത്രയോ വിവരണം ആവശ്യമുള്ള വാക്കുകളാണ് ഓരോന്നും. അള്ളാഹു ഒരു മനുഷ്യനെയും ശാസിക്കുന്നില്ല. ഏത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത് ചെയ്യണം എന്ന് അവിടെ നിന്ന് ശാസിക്കുന്നില്ല. ഞെരുക്കങ്ങളും പ്രയാസങ്ങളും സമ്മർദ്ദങ്ങളും മനോവിഷമങ്ങളും ഉണ്ടാകണം എന്ന് അള്ളാഹു ആഗ്രഹിക്കുന്നില്ല. ആ മനുഷ്യന് എന്ത് കഴിയുമോ ആ കഴിയുന്നത് നിറവേറ്റിയാൽ മതി. ഇബാദത്തുകളുടെ കാര്യത്തിൽ വിശിഷ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും അമിതാവേശം ഇബാദത്തിൽ കാണിച്ചവരോടും പല സുന്നത്തുകൾ നിർവഹിക്കുന്നതിൽ അമിത താല്പര്യം കാണിച്ചവരോടും പ്രവാചകൻ പറഞ്ഞ വാചകം നിങ്ങളെ അത് തളർത്തിക്കളയും എന്നാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതെ വരും. അപ്പൊ കഴിയുന്നതാണ് നിങ്ങൾ നിലനിർത്തി പോരേണ്ടത്. എല്ലാ അമലുകളും അങ്ങനെയാണ്. വിശിഷ്യ നബിയുടെ ചര്യ ജീവിതവും അങ്ങനെ തന്നെയാവുന്നു. നബി പലപ്പോഴും സഹാബികളുടെ മുൻപിൽ പറഞ്ഞൊരു വാചകം ഖുർആൻ എടുത്തുദ്ധരിച്ചിട്ടുള്ളത് ഒമാ അന മിനൽ മുക്കല്ലഫീൻ, ഞാൻ ഒരിക്കലും കഴിയാത്ത ഒരു കാര്യം നിറവേറ്റുവാൻ കൽപ്പിക്കപ്പെട്ടവൻ അല്ലാത്തതിനാൽ എനിക്ക് കഴിയുന്നതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിർവഹിക്കുന്നത്. അപ്പൊ നബിക്ക് ജീവിതം കൊണ്ട് യാതൊരുവിധ പ്രയാസവുമില്ല. നമുക്ക് നമ്മുടെ ദുരഭിമാന ചിന്ത അല്ലെങ്കിൽ നമ്മുടെ അനാവശ്യമായ ആഗ്രഹങ്ങൾ, ഒതുക്കവും മെരുക്കവുമില്ലാത്ത ചില താല്പര്യങ്ങൾ, മറ്റുള്ളവരുടെ മുൻപിൽ നമ്മൾ കാണപ്പെടണം, പ്രശംസിക്കപ്പെടണം, ശ്രദ്ധിക്കപ്പെടണം എന്നൊക്കെയുള്ള തോന്നലുകൾ, ഈ തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം നമ്മൾ ഭാരമുള്ളതാക്കുന്നത്. അപ്പൊ നമ്മുടെ വരുമാനവും നമ്മുടെ ചിലവും നമ്മൾ ഉപയോഗിക്കുന്നതും പരസ്പരം ഒന്ന് തുലനം ചെയ്താൽ ഇത് പെട്ടെന്ന് മനസ്സിലാവും. നാം താമസിക്കുന്ന വീട് ഒരാൾക്ക് നിർമ്മിക്കണം. അയാളുടെ കഴിവിൻ്റെ, അയാളുടെ വരുമാനത്തിൻ്റെ മൊത്തത്തിൽ ചിലവ് കഴിച്ച് ബാക്കി വരുന്ന അയാൾ സൂക്ഷിച്ചിട്ടുള്ള പണമുണ്ട്, അല്ലെങ്കിൽ സ്വരൂപിക്കാവുന്നത്. അത് വളരെ എളുപ്പമാണ്. അപ്പൊ വീട് പണിയുന്നത് വഴി ഒരു പ്രയാസം അനുഭവിക്കുന്നില്ല. അതിന് ഒരൊറ്റ ഉദാഹരണം പറയാം. റസൂലുള്ള ഒരു പള്ളി പണിതു. അത് മദീനയിലാണ്, എല്ലാവർക്കും അറിയാം. ആ പള്ളിയുടെ നിർമ്മാണവും അതിൻ്റെ പരിപാലനവും അതിൻ്റെ നിലനിൽപ്പും ഇതിനു വേണ്ടി ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടായില്ല. നിങ്ങൾ നബിയുടെ പള്ളിയെ കുറിച്ചൊന്ന് ചരിത്രപരമായി പഠിച്ചു നോക്കുക. അപ്പൊ അവർക്ക് കഴിയുന്നതെന്തോ അതവർ ചെയ്തു. നബി ഈത്തപ്പനയുടെ മടലുകളും തടിയും ഒക്കെ ചുമലിൽ ചുവന്നു കൊണ്ടുവന്നു. കുഴി കുഴിക്കുന്നവർ അവരെല്ലാം കൂട്ടമായിട്ടാണ് കുഴിച്ചു. തൂണ് കുഴിച്ചിട്ടു, ഉത്തരം വച്ചു, മുകളിൽ ഈത്തപ്പനയുടെ പട്ടകൾ പാകി, അതിൻ്റെ മുകളിലും മണ്ണ് മെഴുകി. അപ്പോൾ മഴ കുറവുള്ളൊരു പ്രദേശമാണ്. ഇനി അഥവാ മഴ പെയ്താലും വെള്ളം പോകുന്നതിന് ഓവുകളും അതിനുണ്ടാക്കി വെച്ചു. അടിയിൽ നല്ല ഭംഗിയായി മണല് വിരിച്ചു.
ഒരു ഭാഗത്തേക്ക് ചാർത്തിയെടുത്തു. അത് സുഫ, വരാന്ത എന്ന പേരിൽ അറിയപ്പെടുന്നു. അവിടെ ഇരിക്കുകയും കിടക്കുകയും വിശ്രമിക്കുകയും വർഷങ്ങളോളം താമസിക്കുകയും ചെയ്തു സഹാബികൾ, വിശിഷ്യ മുഹാജിറുകൾ. അവർക്കതിനൊരു കുറവ് കണ്ടില്ല. അവിടെ താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ മുഹാജിറുകളായ ഒരു സഹാബികൾക്കും വില കുറവും ഉണ്ടായില്ല അംഗീകാരത്തിന്. ഒരു പള്ളിയുടെ മൂലയിൽ കിടക്കുന്നവരാണ് എന്നൊരർത്ഥത്തിൽ ആരും കണ്ടില്ല എന്ന്. അപ്പൊ ആ നിർമ്മാണം, അവരിൽ ഓരോരുത്തരും വീടുകൾ ഉണ്ടാക്കിയവരുണ്ട്. ഏതെങ്കിലും ഒരു സഹാബി വീടുണ്ടാക്കിയതിൻ്റെ പേരിൽ വലിയ കടബാധ്യതയിലായി, കഷ്ടപ്പാടായി, അത് നിവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു ദിവസം പോലും റസൂലുള്ളയോടൊപ്പം ജീവിച്ച അവരുടെ നാവിൽ നിന്ന് വന്നിട്ടില്ല. അവർ പലപ്പോഴും മുഹാജിറുകൾ ആവശ്യപ്പെട്ടത്, അബൂദർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ, അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ ആവശ്യപ്പെട്ടത് മാർക്കറ്റ് പരിചയപ്പെടുത്തിയാൽ മതി എന്നാണ്. അപ്പൊ ഞങ്ങൾ കച്ചവടം ചെയ്തോളാം. അതിന് ഒരു പണം മുടക്കുമില്ലാത്ത കച്ചവടമുണ്ട്, കൂട്ടായ്മയിൽ നിർവഹിക്കുന്ന കച്ചവടമുണ്ട്, അധ്വാനം മാത്രം ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരുടെ സഹകരണത്തിൽ നിർവഹിക്കാവുന്നതും. ഇപ്പൊ നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളൊക്കെ പരിശോധിച്ചാൽ കിതാബുൽ ബുയൂഅ് എന്നൊരു അധ്യായമുണ്ട്. കച്ചവടങ്ങൾ എന്നാണ് ആ അതിന്റെ പേര്. ഏതെല്ലാം നിലയിലുള്ള കച്ചവട രീതികളാണ് പഠിപ്പിക്കുന്നത്? അനുവദനീയമായത് മാത്രം. അനുവദനീയമല്ലാത്ത ഒരു കച്ചവടത്തെ കുറിച്ചും അതിനകത്ത് പറയുന്നില്ല. അപ്പോൾ അവർ കച്ചവടം ചെയ്തു ഒരു നാൾക്ക് നാൾ അവർക്ക് അഭിവൃദ്ധി ഉണ്ടായി. ദീനീ രംഗത്ത് അവരെല്ലാം മുൻപന്തിയിലുമായിരുന്നു. കഴിയാത്തതൊന്നും നിർവഹിക്കേണ്ടതില്ല. അപ്പൊ ജീവിതത്തിൽ ഭാരമില്ല, ഞെരുക്കമില്ല, ആശങ്കയില്ല, ഉത്കണ്ഠയില്ല, മറ്റൊരാളെ കാണുമ്പോൾ എഴുന്നേറ്റിരിക്കേണ്ടി വരുന്നില്ല, വാക്കൈ പൊത്തി നിൽക്കേണ്ടി വരുന്നില്ല. ഇങ്ങനെ നിങ്ങൾ ആലോചിക്കാൻ പറഞ്ഞതാണ്. വിവാഹം പലപ്പോഴും നബി ജീവിച്ചിരുന്ന കാലത്ത് അന്ന് ജീവിക്കുന്ന സഹാബിമാർ, അത് മുഹാജിറുകളും അൻസാറുകളുമാണ്, പലതും നബി അറിയാറുണ്ടായിരുന്നില്ല. അപ്പൊ നബിയാണ് ഖാലി, അവിടുത്തെ ഇമാം. അപ്പൊ ആ ഇമാമും ഖാലിയും ഒക്കെയായ റസൂലുള്ള പോലും അറിയാതെ വിവാഹങ്ങൾ നടക്കും. ഇപ്പൊ നമ്മുടെ മഹല്ല് നിലനിൽക്കുന്നത് ഖത്തീബും ഖാലിയും ഒക്കെ വരണം, അവർക്കാണ് അവകാശം, വേറൊരാളും മിണ്ടിപ്പോകാൻ പാടില്ല എന്നൊക്കെ ശാസിക്കുന്നവരാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ പള്ളികൾ. അബ്ദുറഹ്മാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി കഴിഞ്ഞ് കണ്ടപ്പോൾ നബി ചോദിച്ചു, എന്താ ഒരു പുതിയാപ്ലയുടെ ലുക്ക്? ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ്, സഹീഹുൽ ബുഖാരിയിൽ. അപ്പൊ നബിയോട് പറഞ്ഞു, ഞാൻ ഇന്നലെ വിവാഹം ചെയ്തു. റസൂലുള്ള ചോദിച്ചു, അത് ബിക്റിനെയാണോ തയ്യിബിനെയാണോ, കന്യകയാണോ, അതല്ല വിവാഹിതയായ ഒരു സ്ത്രീയാണോ മുൻപ്? അപ്പൊ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യിബിനെയാണ് വിവാഹം ചെയ്തത്. അതെന്താ, നിനക്കൊരു കന്യകയായി കൂടായിരുന്നോ? നിങ്ങൾക്ക് പരസ്പരം ഉല്ലാസകരമായ ജീവിതം ആസ്വദിക്കാമായിരുന്നല്ലോ. തുലാഴിബുഹ വ തുലാഴിബുക്ക, ഇതാണ് ഹദീസിൽ ഉപയോഗിച്ച വാചകം. നിങ്ങൾക്ക് പരസ്പരം കളിവിനോദങ്ങളിൽ ഏർപ്പെടാമായിരുന്നല്ലോ. അപ്പൊ അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് 6 സഹോദരിമാരുണ്ട്. അപ്പൊ അതേ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ കൊണ്ടുവന്ന 7 ആളെ നോക്കണം. അപ്പൊ ഇതൊരു തയ്യിബായി കഴിഞ്ഞാൽ ആ സ്ത്രീ ഈ 6 പേരെയും നോക്കിക്കോളും. കുളിപ്പിക്കും, മുടി ചീകി കൊടുക്കും, ഡ്രസ്സ് ധരിപ്പിക്കും, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, വീട് നോക്കും. അപ്പൊ നബി അദ്ദേഹത്തിന് ബർക്കത്ത് അതിനു വേണ്ടി ദുആ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നീ ഒരു വലീമ നടത്തണം. അപ്പോഴാണല്ലോ നിന്റെ വിവാഹം ആളുകളൊക്കെ അറിയൂ. അപ്പൊ അദ്ദേഹം ഒരു ആടിനെ വാങ്ങിയിട്ട് അത് കറി വെച്ച് കൊടുക്കാവുന്നത് എത്ര പേരുണ്ടോ അത്രയും പേരോട് പറഞ്ഞു. അവർ കൂടി
വളരെ സന്തോഷകരമായി, വന്നവരും സന്തോഷം, നടത്തിയവരും സന്തോഷം, അയൽവക്കത്തുള്ളവർക്കും നാട്ടുകാർക്കും അല്ല ആനന്ദം. എത്ര ലളിതം, ജീവിതത്തിൽ ഞെരുക്കമില്ല. എന്തിനാണ് നബി വന്നപ്പോ നബിയെ പിന്തുടരാൻ പറഞ്ഞത്? യലഅൻഹും ഇസ്റഹും വൽ അഗ്ലാലല്ലത്തി കാനത്ത് അലൈഹിം. ജീവിതത്തിൽ എന്തും ഭാരമാണോ നിങ്ങൾ അനുഭവിക്കുന്നത്, ആ ഭാരം ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് ആത്മീയ മേഖലയിലും ഭാരം ഉണ്ടാകരുത്, ഭൗതിക ജീവിതത്തിലും ഭാരം ഉണ്ടാകരുത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിൽ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ആ നഫ്സിന് കഴിവതെന്തോ അത് മാത്രമേ അള്ളാഹു അവനോട് പറഞ്ഞിട്ടുള്ളൂ, അതേ അവൻ ചെയ്യേണ്ടതുമുള്ളൂ. നോമ്പ് കൽപ്പിച്ച, റമദാനിൽ നോമ്പെടുക്കണം എന്ന് കൽപ്പിച്ച ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നോമ്പ് നിങ്ങൾക്ക് ഫർള്. തുടർന്നുകൊണ്ട് അള്ളാഹു പറയുന്നു ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും, അതുകൊണ്ട് ആ മാസം ജീവിച്ചിരിക്കുന്ന മുസ്ലിമുകൾ ഒന്നടങ്കം നോമ്പെടുക്കണം. അപ്പോൾ അതിൽ നോമ്പ് അനുഷ്ഠിക്കാൻ ആരോഗ്യപരമായി ശേഷിയില്ലാത്തവരുണ്ട്, പല കാരണങ്ങളാണ്. അതൊക്കെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഇമാമുകൾ വിവരിക്കുന്നുണ്ട്. അവരെന്താ ചെയ്യേണ്ടത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. വളരെ ഞെരുങ്ങിയാൽ വേണമെങ്കിൽ ഉന്തി ഉരുട്ടി വൈകുന്നേരം ആക്കാം. എന്ന് പറഞ്ഞാൽ വളരെ തത്രപ്പെട്ട് വേണമെങ്കിൽ നോമ്പെടുക്കാം. അപ്പൊ അള്ളാഹു കൽപ്പിച്ചു അത് വേണ്ട, നീ നോമ്പ് ഒഴിവാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്താൽ മതി. ഒരാശ്വാസം പഠിപ്പിച്ചതാണ്. വിവാഹം പറഞ്ഞ എല്ലാ ആയത്തിലും സൂറത്തുൻ നിസാ യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ, അള്ളാഹു നിങ്ങളിൽ എളുപ്പം ഉദ്ദേശിക്കുന്നു. വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ, ഒരു പ്രയാസവും മുസ്ലിമായ ഒരാൾക്ക് അവന്റെ ഇസ്ലാമിക ജീവിത പരിസരത്ത് ഉണ്ടാകേണ്ടതില്ല. അത്രയും എളുപ്പം. അത് 3 സ്ഥലത്താണ് ആ ആയത്ത് ആവർത്തിക്കുന്നത്, ഒരു സ്ഥലത്തല്ല. അള്ളാഹു നിങ്ങളിൽ എളുപ്പമാണ് ഉദ്ദേശിച്ചത്, പിന്നെ എന്തിനാ നിങ്ങൾ ഭാരപ്പെടുന്നത്? ഒരു ഭാരവും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അവന് ഇഷ്ടമില്ല. നബിയുടെ മനസ്സ് നമ്മളെ തുറന്നു കാണിക്കുന്ന ഒരായത്തുണ്ട്. നബിയുടെ ഹൃദയം, നബിയുടെ ഉള്ള് എന്താണ്, മുഅ്മിനുകളോട് നബിയുടെ പ്രതിപത്തി, അത് തുറന്നു കാണിക്കുന്ന ഒരായത്താണ് ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും. നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ ദൂതനായി നിയുക്തനായ റസൂല് അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് എന്തുമാത്രം പ്രയാസം. നബിക്കാണ് വിഷമം. ആരുടെ ഇടങ്ങേറും നബിയെയാണ് ബാധിക്കുന്നത്. അത് ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. നബി അറിയുന്നതാകാം, അറിയാത്തതാകാം. എൻ്റെ ഉമ്മത്തുകളിൽ നിന്ന് ആരാണോ ഒരു ഞെരുക്കം അനുഭവിക്കുന്നത്, അതിൻ്റെ വേദന നബിയുടെ ഹൃദയത്തിലാണ് അനുഭവപ്പെടുക. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വലിയ ആഗ്രഹമാണുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരെയും അവരുടെ ജീവിതം നന്നാകണം, സന്തോഷമാകണം, തൃപ്തികരമാകണം, ആനന്ദമാകണം, വിജയമാകണം. അതിനു വേണ്ടിയാണ് യത്നിക്കുന്നത് നബി. അങ്ങനെ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ നിങ്ങൾക്ക് കാണാം. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ, മുഅ്മിനുകളോട് ആ നബി റഊഫുൻ റഹീമുൻ, അദ്ദേഹത്തിന് വലിയ കൃപയാണുള്ളത്, വലിയ കാരുണ്യവും ദയാവായ്പുമാണ്, മനസ്സലിവ് നബിക്കുള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ദീനിന്റെ മേഖലയിലും
ദുരിതമുള്ള, പ്രയാസമുള്ള, ഭാരമുള്ള ഒരു ശാസനയില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഇമാം ബുഖാരിയും മുസ്ലിമും മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലെല്ലാം ഇത് സുലഭമായി നമുക്ക് കാണാം. ലൻ യുഷാദ്ദ ഹാദദ്ദീൻ അഹദുൻ ഇല്ലാ ഗലബഹു. ഈ ദീനിനെ ആരാണോ കടുപ്പമാക്കിയത്, കട്ടിയാക്കിയത്, വളരെ ലളിതമായി ചെയ്യാവുന്നൊരു കാര്യം കട്ടിയാക്കുക. വളരെ എളുപ്പം മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. അത് ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു സാദുൽ മആദിൽ ഉദ്ധരിക്കുന്നതാണ്. ഈ ദീനിനെ ഒരാൾ കട്ടിയാക്കുന്നത് എങ്ങനെ, കടുപ്പമാക്കുന്നത്, അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയാൻ പോണത്. ഒരാൾ നമസ്കാരത്തിന് നിന്നു. അപ്പൊ ഒതുകൊടുത്ത് പള്ളിയിലേക്ക് കയറി വന്നു നിന്നാൽ അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നബിയോ സഹാബികളോ ആരോ അവിടെ നിന്നിട്ട് ഒരു നിയ്യത്ത് ചെയ്യുന്ന ഒരു പ്രകൃതം അവരിൽ ആരിലും ഇല്ല. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഉടനെ അല്ലാഹു അക്ബർ, തക്ബീർ ചൊല്ലും. കാരണം അവർ വന്നത് ളുഹർ നിസ്കരിക്കാനാണ്, അല്ലെങ്കിൽ മഗ്‌രിബിനാണ്, അല്ലെങ്കിൽ ജുമുഅയ്ക്കാണ്. അവരാരും ഞാൻ ഇന്നത് ളുഹർ നമസ്കരിക്കുന്നു, അതാ ആയിട്ടാണ്, ഖിബിലയ്ക്ക് തിരിഞ്ഞിട്ടാണ്, ഇമാമോടൊപ്പമാണ്, 4 റക്അത്താണ്, ഇതൊന്നും പറയാൻ അവൻ മെനക്കെടാറില്ല. എന്താ കാരണം? അത്ര ലളിതമാണ് അത്. ഹൃദയത്തിൽ ആവാഹിക്കപ്പെടുന്ന സ്ഥിര സാന്നിധ്യമാണ് നിയ്യത്ത്. അതുകൊണ്ടാണ് 10 ബിദ്അത്തുകളാണ് എന്നിട്ട് സാദുൽ മആദിൽ അദ്ദേഹം നിയ്യത്തിൽ മാത്രം എണ്ണുന്നത്. അത് ഞാൻ വിവരിക്കുകയല്ല, എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. നിയ്യത്ത് കഴിഞ്ഞാൽ ചിലര് ഫാത്തിഹ ഓതുമല്ലോ, അതിന്റെ സൂക്ഷ്മത കൂടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഫാത്തിഹ ഓതിത്തീരാൻ തന്നെ 10 മിനിറ്റ് എടുക്കും. കാരണം ഇയാൾക്ക് ഒരു ലഫ്ളും പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, അതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇയാൾക്കാണെങ്കിൽ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പല വാക്കുകളും. എന്നിട്ടാണ് നബി പറഞ്ഞത്, ഈ ദീനിനെ കടുപ്പപ്പെടുത്തിയത് ആരാണോ ആ കടുപ്പപ്പെടുത്തിയ വിഷയം അവനെ അതിജയിക്കും, കീഴ്പ്പെടുത്തി കളയും, അവനെ പരാജയപ്പെടുത്തും. അത്ര ലളിതവും എളുപ്പവും ഒരു പ്രയാസവും ഇല്ലാത്തതാണ് ഈ ദീൻ. ജീവിതം അതിനേക്കാൾ എളുപ്പം. സൂറത്ത് വല്ലൈലി ഇദാ യഗ്ഷ, എത്ര ഭംഗിയായിട്ട് ആ സൂറത്തിന്റെ അവതരണ രീതി നോക്കുക. ഇന്ന സഅയ്യക്കും ലശത്ത എന്ന് പറഞ്ഞിട്ട് ബാക്കി പറയുന്ന ആയത്ത് നമ്മുടെ ജീവിതമാണ്. ഇവിടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹം വ്യത്യസ്തമാണ്, ജീവിത രീതി വ്യത്യസ്തമാണ്, അനുഭവങ്ങൾ വേറെ വേറെയാണ്, അനുമാനങ്ങൾ വേറെയാണ്, പ്രതീക്ഷ വേറെയാണ്, അങ്ങനെ എല്ലാം വേറെയാണ്. ഫഅമ്മാ മൻ അഅ്ത വത്തഖ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. ഇങ്ങനൊരു പദം ഖുർആനിലല്ലാതെ ലോകത്ത് നിങ്ങൾക്ക് ഒരു അതിപുരാതീന ക്ലാസിക്കൽ സാഹിത്യത്തിൽ പോലും കാണില്ല. ആരെഴുതിയെടുത്താലും നൽകുന്നവൻ, ഫഅമ്മാ മൻ അഅ്ത, അത് അയാളുടെ ഏറ്റവും തെളിഞ്ഞ മനസ്സിന്റെ ഉദാഹരണമാണ്. എന്തും ആർക്കും ഏതാവശ്യത്തിനും കഴിയുന്നത് നൽകുന്നവർ. അത് അയാളുടെ ഒരു തപസ്സാണത്, ഈ നൽകുക എന്നത്. വത്തഖ, ജീവിതത്തിൽ അതീവ ശ്രദ്ധ. ഇതെല്ലാവർക്കും കഴിയുന്നതല്ല. ഇത് വളരെ കൃത്യമായി മുഅ്മിനുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ പിന്തുടരുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ അതീവ ശ്രദ്ധ വച്ച് പുലർത്തും. അതിന് പല കാരണങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. ഞാൻ അങ്ങോട്ടും പോവുകയല്ല. വസദ്ദഖ ബിൽ ഹുസ്ന, അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞത് എത്ര സത്യമാണ്. ഖുർആനിലും അവന് വിശ്വാസമൊന്നല്ല, സത്യമായി അതിനെ ഉൾക്കൊള്ളുന്നു നബിയെയും. എന്നാൽ അവന്റെ എന്താ പ്രത്യേകത? ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ, അവന് നാം എളുപ്പം നൽകും. അവന് നാം എളുപ്പം നൽകുകയാണ്. എന്താ കാരണം? അള്ളാഹുവും റസൂലും വളരെ ശരിയാണ്, പറഞ്ഞതൊക്കെ സത്യമാണ്.
അത് പിന്തുടർന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? അള്ളാഹു എനിക്ക് ജീവിതം എളുപ്പമാണെന്ന് പ്രഖ്യാപിച്ചിട്ട് പറയുകയാണ്. ആ എളുപ്പമായ ജീവിതത്തിന് വീണ്ടും നാം എളുപ്പം നൽകും. നമ്മളൊന്ന് മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിച്ച എന്ത് ഞെരുക്ക നമുക്കൊക്കെ, എന്താ പ്രയാസം. കാരണം നമ്മളുടെ ദീൻ എന്ന് പറയുന്നത് നാട്ടുനടപ്പും പരമ്പരാഗതമായതുമാണ്. സഹാബികൾ ഉൾക്കൊണ്ട ദീന് നബിയോടൊപ്പം ജീവിച്ചപ്പോൾ നബിയിൽ നിന്ന് പകർത്തിയതാണ്. അതുകൊണ്ടാണ് അവർക്ക് പള്ളി ഭാരമല്ല, വീട് ഭാരമല്ല, കച്ചവടം ഭാരമല്ല, വിവാഹം ഭാരമല്ല, ഒരു മക്കളുണ്ടായാൽ പോലും ഭാരമല്ല. നമുക്കിപ്പോൾ ഏറ്റവും അടുത്ത ഒരാൾ പ്രസവിച്ച് കിടക്കുകയാണ്, പോകാൻ 2 മാസം കഴിഞ്ഞിട്ടും കഴിയുന്നില്ല. എന്താ കാരണം? പൗഡറും കൺമഷിയും മേടിക്കാൻ കാശുണ്ടായില്ല. എൻ്റെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓറഞ്ചും ആപ്പിളും മേടിക്കണമല്ലോ. അപ്പൊ നമ്മൾ അതിനകത്തിലെ അഡീഷണൽ ചേർത്തപ്പോ ഭാരമായി. വീട്ടുകാരും അതിങ്ങനെ ആഗ്രഹിക്കുകയാണ്, വരുന്ന എല്ലാവരുടെയും കയ്യിലേക്ക് നോക്കും. അതാണല്ലോ അതിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പൊ സ്വർണ്ണാണ് വേണ്ടത്, ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം രൂപ വേണം. എത്ര സ്ഥലത്ത് എത്ര കുട്ടിയെ കാണാൻ പോകും? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയോ. എന്തിനാണ് നബി വന്നത്? റസൂലുള്ള അബ്ദുറഹ്മാനിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞൊരു കാര്യമുണ്ട്, അതെല്ലാവർക്കും എളുപ്പമാണ്. ഇത്ര എളുപ്പമുള്ളത് വേറൊന്നുമില്ല. ബാറക്കല്ലാ. അതിന്റെ അർത്ഥവ്യാപ്തി ചിന്തിച്ചാൽ പറഞ്ഞാൽ തീരില്ല, അതിനും മാത്രമുണ്ട്. ബാറക്കല്ലാ എന്നൊരു വാക്കിന്റെ അർത്ഥമാണ് ഞാൻ ഈ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും നൽകി സമാധാനമില്ലെങ്കിലോ, നമുക്ക് സമാധാനമില്ല, സന്തോഷമില്ല, മറിച്ച് ഓരോ ദിവസവും ഉത്കണ്ഠ നിറഞ്ഞ ആകാംക്ഷയാണ് നിലനിൽക്കുന്നതെങ്കിൽ എന്താണ് ആ ജീവിതത്തിനൊരു അനുഭവം ഉണ്ടാവുക? അപ്പൊ നബിയുടെ ആ വാക്ക് എല്ലാവർക്കും എളുപ്പമാണ്. ബാറക്കല്ലാ. എല്ലാവരും പ്രാർത്ഥിക്കുകയാണ്, എല്ലാവരും പ്രാർത്ഥനയിലാണ്. കാരണം അതിമഹത്തായൊരു കാര്യത്തിൽ സന്നിഹിതരാകുന്നവർ, അന്ന് അവിടെ വിവാഹിതരാകുന്നവരുടെ മേൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകണമെന്ന് ഹൃദയത്തെ തൊട്ടിട്ടുള്ളൊരു ദുആയാണ്. ആ ദുആ വല്ലാത്ത ദുആയാണ്. അതെല്ലാവർക്കും എളുപ്പം. അതിന് 5 പൈസ ഉണ്ടാക്കണ്ട, ബുദ്ധിമുട്ടില്ല. അങ്ങനെ പോലും മരണം, ഇത്രയും ഇത് ഒരു ജംഉ ചെയ്യുന്നതിന്, നമസ്കാരം ജംഉ ചെയ്യുമല്ലോ. അപ്പൊ ളുഹർ അസറിനോട് ജംഉ ചെയ്യാം, മഗ്രിബ് ഇശാഇനോട് ജംഉ ചെയ്യാം. ഒരു ജംഉ ചെയ്യുന്ന സമയം, ആ സമയത്തിനപ്പുറത്തേക്ക് മയ്യത്ത് വച്ചേക്കേണ്ടതില്ല. ഇമാം സയ്യിദ് സാബിഖിന്റെ ഫിഖ് സുന്നയില് അത് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് തെളിവുകളോടെയാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് മയ്യത്ത് മാറ്റിവയ്ക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഒരാൾക്ക് വേണ്ടിയുമല്ല, വെറുതെ ആരെങ്കിലും. ഒരുപാട് ബന്ധങ്ങൾ പറയും നമ്മൾ. മയ്യത്ത് കാണൽ സുന്നത്തില്ല, കാണൽ പ്രതിഫലമുള്ളതല്ല. മരിച്ച വീട്ടിൽ പോകൽ സുന്നത്താണ്. അവരെ ആശ്വസിപ്പിക്കലും ആ കുടുംബത്തിന് വേണ്ടിയുള്ള ദുആയും സുന്നത്താണ്. മയ്യത്ത് കുളിപ്പിക്കുന്നതിലും കഫൻ ചെയ്യുന്നതിലും ചുവന്ന് കബറടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകുന്നതിലും സഹകരിക്കണം. എല്ലാവരും ആ മയ്യത്ത് കെട്ടിലെ പിടിക്കണം. എന്നിട്ട് കബറടക്കണം. കബറടക്കിയ ശേഷം അവിടെ നിന്ന് ദുആ ചെയ്യണം, നമസ്കരിക്കണം, ദുആ ചെയ്യണം. അതിന്റെ പ്രതിഫലം അതിമഹത്തരമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ കൽപ്പിച്ചു. നമുക്കിവിടെ ആകെയുള്ള മത്സരം, പള്ളിയിൽ കൊണ്ടെന്ന് വെച്ചാൽ കബറടക്കൂല. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? ബൈക്കില വിളിച്ചു ചോദിക്കണം കേട്ടോ. അത്ര ദയനീയമാണ് നമ്മുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാണിക്കലാണല്ലോ എല്ലാം. അത് കാണലും കാണിക്കലൊക്കെ വളരെ വിഷയമാണത്. അതിനെക്കുറിച്ചല്ല. ആട് പെണ്ണിനെ കാണാവൂ, പെണ്ണാണിനെ കാണാവൂ എന്നുള്ള ബാലിശമായൊരു മസലയുമല്ല ഞാനിപ്പോ ഈ പറഞ്ഞത്. ഏത് മയ്യത്തായിരുന്നാലും ഒരു ജമ്മിന്റെ സമയത്തിനപ്പുറത്തേക്ക് പോകരുത്. എത്ര എളുപ്പം. കബറടക്കുന്ന കാര്യം ഈ പറഞ്ഞു. ഫർള് കിഫായാണ്. ആ നാട്ടിലുള്ള മുഴുവൻ പേരും വേണമെന്നില്ല, കുറച്ച് പേര് നമസ്കരിച്ചാൽ മതി. ബാക്കി എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാവുകയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കുറ്റക്കാരാവും.
പറഞ്ഞു വന്നത്, അള്ളാഹു ഒരാളോടും അവന് കഴിയാത്തത് ജീവിതത്തിൽ കൽപ്പിക്കുന്നില്ല. ഭാരമുണ്ടായത് കർഷകർക്ക് പലിശയാണ്, സാധാരണക്കാർക്ക് മദീനയിൽ. അപ്പൊ ഈ പലിശയിൽ നിന്ന് അവരെ മോചിപ്പിക്കണം. അതിനെന്താണ് വഴി? ഖുർആൻ അതിന്റെ വഴി എത്ര ശാസ്ത്രീയമായിട്ടാണ് പഠിപ്പിച്ചത്. ഒന്ന്, സ്വതക്ക 365 ദിവസവും രാപ്പകൽ ഭേദമന്യേ ആവശ്യക്കാരൻ നിന്നോടൊപ്പം ജീവിക്കുന്നുവെങ്കിൽ നിന്റെ മേൽ സ്വതക്ക ഫർള്. മറ്റത് വർഷത്തിൽ ഒരിക്കൽ കണക്കിന്റെ അടിസ്ഥാനത്തിൽ ഓഹരി നിർണയിക്കപ്പെടുന്നതിനു മാത്രം ഫർളായതാണ് സക്കാത്ത്. ഇതല്ല, വർഷം മുഴുവൻ ഫർള്. എപ്പോൾ ഫർള്? നമ്മുടെ അയൽപക്കത്തും നാട്ടിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടത്തിലും അങ്ങനെ ആവശ്യക്കാരുണ്ടായി. ഇപ്പൊ സ്കൂൾ തുറക്കുന്ന കാര്യം 100 കണക്കിന് ആവശ്യമാണ്. അപ്പൊ നമ്മൾ കൊടുക്കൽ നിർബന്ധമായി. ഇതിന് വലിയ പ്രതിഫലം നിർണയിച്ചു എന്നിട്ട് ഖുർആൻ. ആ പ്രതിഫലം നിർണയിച്ചെടുത്താണ് ഒരു ധാന്യമണി അത് വളർന്നു വലുതായി കുലച്ചു. 7 കുലകളുണ്ടായി, ഓരോന്നിലും 100 വീതം ഉണ്ടായി. അപ്പൊ 700 ഇരട്ടിയായി. അത് അവസാനിപ്പിച്ചപ്പോ പറഞ്ഞു, അല്ലാഹു യുളാഇഫു ലിമൻ യശാ. അവനുദ്ദേശിക്കുന്നവർക്ക് 700 ഒന്നും അല്ല. അതൊന്നും നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, അത്രയും വലുതാണ്. സദക്കയുടെ കൂലിയപ്പ ഈ പറഞ്ഞ. സക്കാത്തിന് അങ്ങനെ പറയണ്ടല്ലോ, അവന്റെ നമസ്കാരത്തിന്റെ കൂലി എന്താണോ സക്കാത്തിന്റെ കൂലിയും അത് തന്നെയാണ്. സ്വതക്കയുടെ കൂലി അങ്ങനെയല്ല, അതിന്റെ പ്രതിഫലം അതല്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഭാരമുള്ള ജീവിതത്തിൽ ഭാരം ഉണ്ടാകുന്ന ഒന്ന് പലിശയായിരുന്നു. അതിൽ നിന്ന് മനുഷ്യ കുലത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി റസൂലുള്ള വളർത്തിയതും വ്യാപകമായി ഉപയോഗിച്ചതും പ്രശംസിച്ചതും അത് എത്രയെല്ലാം അളവിൽ ആളുകളെ കൊണ്ട് ചെയ്യിക്കാമോ അതെല്ലാം ചെയ്തത് സ്വതക്കയാണ്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേറെ എത്രയോ കാര്യം. നാം ദീനിനെ അതിൻ്റെ ശരിയായ നിലയിൽ ഉൾക്കൊള്ളുമ്പോൾ അള്ളാഹുവിൻ്റെ ദീൻ വളരെ മധുരമുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.